തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് ഞാനൊരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിഫ്റ്റിൻ്റെ എയർ ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഏകദേശം 8 മണിക്കാണ് ബസ് പുറപ്പെടേണ്ടിയിരുന്നത്. 7:45 8 മണിയായിട്ടും ബസ്സിൻ്റെ മെസ്സേജ് വന്നില്ല. ടിക്കറ്റ് നമ്പർ വരാതായപ്പോൾ ഞാൻ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബസ് വരും, കുറച്ച് ലേറ്റാണെന്ന് പറഞ്ഞു. അതായത് സ്റ്റാർട്ടിങ് പോയിൻറ്റ് തൃശ്ശൂരാണ്, എന്നിട്ടും ബസ് കുറച്ച് ലേറ്റാണെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഏകദേശം 8:30 8:45 എനിക്കൊരു മെസ്സേജ് വന്നതും ബസ് വന്നതും ATC എന്ന ബസ്സാണ്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് ഷിഫ്റ്റാണ്. പക്ഷേ എനിക്ക് വന്ന ബസ് നമ്പർ വ്യത്യാസമായി കണ്ടപ്പോൾ ഞാൻ പോയി ബസ് നോക്കുകയുണ്ടായി. അതായത് ഈ ഗ്രീൻ കളർ ഒരു ബസ്സുണ്ട് KSRTCയിൽ, ആ ഒരു ബസ്സാണ് വന്നത്. KSRTC സൂപ്പർ എക്സ്പ്രസ് എയർ ബസ് ATC എന്ന് സ്റ്റാർട്ട് ചെയ്യണ ഒരു ഗ്രീൻ കളർ ബസ്സാണ് വന്നത്. അതായത് അതൊരു ലോക്കൽ എയർ ബസ്സാണ്, പക്ഷേ ഒരു ലോക്കൽ ലുക്കുള്ളൊരു ബസ്. പണ്ടത്തെ വൈറ്റ് കളർ ബസ് പോലത്തെ, അതായത് മൂന്നാറൊക്കെ പോണ ഒരു വണ്ടി പോലത്തെ വണ്ടിയാണ്. അതായത് നമ്മൾ ബുക്ക് ചെയ്ത ബസ് ഷിഫ്റ്റും കിട്ടിയത് വേറെ ബസ്സും. അപ്പോൾ ഞാനപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചു, ഞാൻ ബുക്ക് ചെയ്ത് ഈ ബസ്സല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഉത്തരം തരാനൊന്നുമില്ല. ഉത്തരം തരാനൊരു താല്പര്യമില്ലാത്ത പോലെ എന്നോട് പറഞ്ഞു ഗ്ലാസ് പൊട്ടിയ കാരണം വേറെ ബസ് ഇട്ട് തന്നു. ഓക്കെ, പക്ഷേ ശരിക്കും ആ ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണ്ടായി. ഷിഫ്റ്റ് ബസ്സിന് പകരം വേറൊരു ബസ് ഇടുമ്പോൾ അവർ അത്യാവശ്യം നമ്മളെ ഒന്ന് ഒരു അപ്പോളജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച കാരണം അവർക്ക് പറയാൻ താല്പര്യമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഷിഫ്റ്റ് ബസ്സിലാകുമ്പോൾ നമുക്ക് ചാർജിങ് പോയിന്റും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലൊന്നുമില്ല. എങ്ങാനും ചാർജ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ നമുക്ക് ചാർജ് ചെയ്യാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് ബസ് ലേറ്റായി വന്നപ്പോൾ അവർ ഭക്ഷണത്തിനായിട്ട് നിർത്തില്ല എന്ന് പറഞ്ഞു പാലക്കാടാണ് നിർത്തിയത്. അപ്പോൾ പാലക്കാടും തൃശ്ശൂരും ഞാൻ കണ്ട ഒരു സംഭവം ഞാനിപ്പോൾ വീഡിയോ കാണിച്ചിരുന്നു. അതായത് പാർട്ടി ഓഫീസ് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ കൊടികളൊക്കെ വെച്ചിട്ട് എന്തോ KSRTCയുടെ ഇലക്ഷനാണെന്ന് തോന്നുന്നു. സത്യത്തിൽ എന്തിനാണ് ഇവരിങ്ങനെ മൊത്തം പല പല കൊടികളൊക്കെ വെച്ച് KSRTC ബസ് സ്റ്റാൻഡ് മൊത്തം ആക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം പുറത്തുനിന്ന് ആർക്കും അതിലെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പിന്നെ എന്തിനാണ് ഇവർ ആകെ ബസ് സ്റ്റാൻഡ് മൊത്തം പാർട്ടി ഓഫീസ് പോലെ ആക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയുക.